3 വർഷം കൊണ്ട് വെറും 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ല? സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. നല്ല പവറും ഉണ്ടാവും, അത്യാവശ്യം മൈലേജും ഉണ്ടാവും. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ, നല്ല സർവീസ് ഫുള്ള് കമ്പനിയിൽ നിന്നാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് പുതിയ സ്വിഫ്റ്റിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെടാത്തവരും ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് വരുന്നത് 3 സിലിണ്ടർ ആണല്ലോ, ഞാൻ ആ എഞ്ചിൻ പോരാ, എനിക്ക് 4 സിലിണ്ടർ തന്നെ വേണം എന്ന് പറയുന്നവരും പറ്റിയൊരു ഓപ്ഷനാണ്. ഇതിലേക്ക് വരാം. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഹീന്ദ്ര കോണ്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ന്യൂവോ സ്പോർട്ടാണ്. ഹായ് ഹായ്, നമസ്കാരം. നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ടീം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മെട്രോ കാസിൽ വെച്ചിട്ടാണ്. മെട്രോ കാസിൽ അനഗ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് ഇന്നത്തെ ഷോക്കിൻ്റെ ഡീറ്റെയിൽ? നമുക്ക് ഒരു ഓട്ടോമാറ്റിക് സെക്ഷനും എല്ലാ സാധനങ്ങളും, വേണ്ടപ്പെട്ട വണ്ടികളടക്കം എല്ലാ വേണ്ടപ്പെട്ട വണ്ടി എന്ന് പറയുമ്പോൾ പോളോ ഉണ്ടോ? പോളോ ഉണ്ട്. ഓക്കെ, അതാണ് വേണ്ടപ്പെട്ട വണ്ടി. ഓക്കെ, കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്, തിരുവണ്ണൂർ ലൊക്കേഷൻ വരുന്നത്. ഷോറൂമിൻ്റെ മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിലാണ് സെൻട്രലായിട്ട് വരും അല്ലേ? ഓക്കെ. അപ്പോൾ മോഡൽ കൂടിയ വണ്ടികളാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം. പണ്ട് മെട്രോ കാസ് അറിയപ്പെട്ടത് പോളോൻ്റെ ഒരു ഷോറൂമായിട്ടായിരുന്നു, യൂസ്ഡ് പോളോൻ്റെ ഷോറൂമായിട്ടാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പോളോ വേണമെങ്കിൽ വിളിക്കാം, ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടുപോകും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെ, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി നിങ്ങളെ കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മെട്രോ കാസിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോ കാണാം അല്ലേ? ആദ്യ വാഹനമാണ് കിയയുടെ സെൽട്ടോസ് ആണ്. KL30 രജിസ്ട്രേഷൻ വാഹനം. പഴയ ലോഗോ. ഇത് 2020 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കിയ സെൽട്ടോസ് ആണ്. ഓക്കെ, മാനുവൽ പെട്രോൾ ആണ്. ഓക്കെ. HTK പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റാ. ഫുള്ളിന്റെ താഴെ അല്ലേ? മിഡിൽ എന്ന് പറയാം. അലോയ്സ് വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, സൺറൂഫ് വരില്ല, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC അങ്ങനത്തെ കാര്യങ്ങൾ വരില്ല. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഓൾറെഡി ഇതിൽ വന്നു. ഫോഗ് ലാംപ്സും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ബട്ടൺ സ്റ്റാർട്ടും അലോയ്സും ഒക്കെ വന്നു. ബാക്ക് വൈപ്പറും വരുന്നുണ്ടല്ലോ. ഓക്കെ, പെട്രോളില് മാനുവൽ ആണ്. മൈലേജ് ഒരു നമ്മുടെ ക്രെറ്റയ്ക്കൊക്കെ പറയുന്ന പോലെ ഒരു 12-15 14 വരെ ലെവലിൽ കിട്ടും. സെക്കൻഡ് ഓണർഷിപ്പിൽ 65,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. ഇതുവരെയുള്ള സർവീസ് കമ്പനിയിൽ നിന്നാണ്. എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? ഇല്ല, വാറണ്ടിക്ക് പീരീഡ് കഴിഞ്ഞു. ടയേഴ്സ് എല്ലാം ഒരു പുതിയത് മാറിയിട്ടുണ്ട്. ടയർ ഭാഗത്തേക്കൊന്നും കാണണ്ട. ഇൻഷുറൻസും നിലവിൽ ബാക്കിയുണ്ട്. വരുന്ന ജനുവരി വരെ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 10,20,000 രൂപയാണ്. 2020 HTK പ്ലസ്. ഓക്കെ, മാനുവൽ പെട്രോൾ വാഹനമാണ്. അതെ. ലോൺ നമുക്കൊരു 9 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റും. ന്യൂ ഷേപ്പ് ക്രെറ്റ വന്നു. KL61 രജിസ്ട്രേഷനുള്ള ക്രെറ്റയാണ്. എവിടെയാണെന്നറിയോ? KL61 കുന്നത്തൂർ, നമ്മൾ തിരുവനന്തപുരം ഭാഗത്താണ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2021 മോഡൽ ക്രെറ്റയാണ്. 21 എന്ന് പറയുമ്പോൾ 21 12-ാം മാസം വണ്ടിയാണ്. ഓക്കെ, വെറും 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. ആണ് വേരിയന്റ് വരുന്നത്. ബേസ് ആണല്ലേ? ഏറ്റവും ബേസ്. ഓക്കെ, ഏറ്റവും ബേസ് വേരിയന്റ് ആണ്. 3 വർഷം കൊണ്ട് വെറും 14,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി. ഓക്കെ, അതിൽ ബേസ് ആണെന്ന് വെച്ചാലും കമ്പനിയിൽ നിന്ന് ചെയ്യേണ്ട ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും സ്റ്റീരിയോ, ബ്ലാങ്ക്വുഡിൻ്റെ സ്റ്റീരിയോയും എല്ലാം അങ്ങനത്തെ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും ബേസിക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവില്ല ബേസിൽ? അല്ലേ? ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ, സെറ്റാണ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വാറണ്ടി ഇല്ല. വാറണ്ടി 2024 ഡിസംബർ വരെ വാറണ്ടി ഉണ്ട്. എക്സ്റ്റൻഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 12-ാം മാസമാണല്ലേ? വേണേ എടുക്കാൻ പറ്റുമല്ലോ. പാർട്ടിക്ക് എടുക്കാൻ പറ്റുമല്ലോ. എടുക്കാം. പെട്രോൾ ന്യൂ ഷേപ്പ് ക്രെറ്റയിൽ മൈലേജ് എത്ര ഉണ്ട്? ഈ വണ്ടിക്ക് നമുക്ക് ഒരു 16-17 ആയിട്ട് ഹൈവേയിൽ കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ എന്തായാലും ഒരു ആവറേജ് 15 ആയിട്ട് എന്തായാലും കിട്ടണം. ഫിസിക്കലി കിട്ടിയിട്ടുണ്ടോ അതോ? ഫിസിക്കലി 17 കിട്ടി. ഫിസിക്കലി കിട്ടിയിട്ടുണ്ട്. മീറ്റർ കാണിക്കുന്നല്ല? അല്ലല്ല, മീറ്റർ അതിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. ഫിസിക്കലി കിട്ടിയിട്ടുണ്ട്. അതിന് ഇൻ കേസ് ചിലർക്ക് ഫിസിക്കലി നാം മീറ്ററിന്റെ ഫോട്ടോ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ മീറ്ററിന്റെ ഫോട്ടോ നമ്മളെ കയ്യിലുണ്ട്. മീറ്റർ ആയാലും കൂടുതലാണ്, കൂടുതലായിട്ടാണ് കിട്ടിയത്. നമ്മൾ കണക്കൂട്ടുമ്പോൾ കറക്റ്റ് കിട്ടും. 17 വരെ കിട്ടിയിട്ടുണ്ട്. ഹൈവേയിൽ ആയതുകൊണ്ടാണ്. ടൗണിലേക്കൊക്കെ ആണെങ്കിൽ 14-13 റേഞ്ച്. ഓക്കെ, എത്ര കൊടുക്കാം? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 10,400. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക്
കൊടുക്കാം. ഓൺ റോഡ് ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു 14 രൂപയുടെ അടുത്തായിട്ട് വില ഉണ്ട്. ഓക്കെ, 10,25,000 രൂപയ്ക്ക് 2021 വെറും 14,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ക്രെറ്റ പെട്രോൾ വാഹനം സ്വന്തമാക്കാം. അതെ. ലോൺ നമുക്കൊരു 8.5 ലക്ഷം രൂപ വരെ എന്തായാലും ലോൺ പാസ്സാവും. അതിൻ്റെ മുകളിലേക്കുള്ളത് നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ വരെ 9 വരെ എന്തായാലും പാസ്സാവേണ്ടതാണ്. ഓക്കെ. നിസാൻ മാഗ്നൈറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല മൂവിംഗ് ഉള്ളൊരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനമാണ്. KL4 രജിസ്ട്രേഷനാണ്. ആലപ്പുഴ അല്ലേ? അതെ. ഓക്കെ, പറഞ്ഞോളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 16,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2022 മോഡൽ. ഓക്കെ. നിസാൻ XV മാഗ്നൈറ്റ്. XVന്റെ മുകളിൽ XV പ്രീമിയം എന്ന് പറഞ്ഞൊരു വേരിയന്റ് പ്രീമിയം ഉണ്ട്. ഓക്കെ. ഇത് XVയിൽ CVT ഗിയർ ബോക്സ് വരുന്ന 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. നല്ല പവറും ഉണ്ടാവും, അത്യാവശ്യം മൈലേജും ഉണ്ടാവും. നോർമലി മാഗ്നൈറ്റ് അല്ലെങ്കിൽ കൈകറൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സിനുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പവർ ഇല്ല എന്നുള്ളതാണ്. 1000 cc അതിനെ കൊണ്ട് ടർബോ വരുന്ന വണ്ടികൾക്ക് പവർ ഉണ്ടാവും, അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൈലേജ് ഉണ്ടാവും. പിന്നെ CVT ഗിയർ ബോക്സ് ആകുമ്പോൾ ഈ കയറ്റം ഇറങ്ങി പോകാത്ത അത്യാവശ്യം പ്രശ്നമൊന്നും എന്താ പറയുക ഒരു പെർഫോമൻസ് ആയിട്ടായിട്ട് ലാഗ് ഉണ്ടാവില്ല. കിട്ടുന്ന പവർ കൊടുക്കുന്ന വണ്ടിക്ക് എഞ്ചിൻ കൊടുക്കുന്ന പവർ ഗിയറിലേക്ക് കറക്റ്റ് എത്തും അല്ലേ, ഡ്രൈവിലേക്ക് എത്തും. അത് അങ്ങനത്തെ ലാഗോ കാര്യങ്ങളോ വിരസത ഉണ്ടാവില്ല ഓടിക്കുമ്പോൾ. ഓക്കെ, ഒരു വിരസത കിട്ടൂല. ഞാൻ ഓടിച്ചു പോയതാണ്, വളരെ ലോങ് ഓടിച്ചു പോയതാണ്. ഇത് 2027 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള എടുത്ത വണ്ടിയാണ്. അതായത് 5 വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത വണ്ടിയാണ് നിലവിലുണ്ട്. അപ്പം 2027 വരെ ഒരു ടെൻഷനും കൂടാതെ സമാധാനത്തിൽ വണ്ടി ഓടിച്ചു കൊണ്ടടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. വാറണ്ടി വെറുതെ നമ്മൾ പറയുന്നതല്ല, അത് കമ്പനി വാറണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പണി വന്നാലും ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ ഇറങ്ങില്ല. ഇതിപ്പോൾ സർവീസും കഴിഞ്ഞിട്ടുള്ളൂ. ഇയർലി വരുന്ന സർവീസിൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് സർവീസും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. നമുക്കൊരു അങ്ങനെ ഒരു ചിലവും ഇല്ല വണ്ടിയിൽ. ഒരു 13-16 റേഞ്ച് മൈലേജ് പറയാൻ പറ്റും. ഇനി 13 ലെവലിൽ എന്തായാലും കിട്ടും. 16ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് CVT ആയതിനെ കൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. 13 വരെ എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ. ഓക്കെ, എത്രയാ നമ്മളിത് ചോദിക്കുന്നത്? 9,60,000 ആണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി ചെയ്യാൻ പറ്റും. അതിലൊരു നിയർലി 8.5-8.25 വരെ ലോൺ എന്തായാലും പാസ്സാവും. ഓക്കെ, 8.25 വരെ ലോണും കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറാണ്, നല്ലൊരു അടിപൊളി വാഹനം. വാറണ്ടി എത്ര വരെ? 27 വരെ. അതായത് ഇപ്പോൾ 24, ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർ. ഓക്കെ. അടുത്ത ഇഗ്നിസ് ആണ്. KL53 രജിസ്ട്രേഷൻ, പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ ഇഗ്നിസ് ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് AMT ആണ് വരിക. ബേസിന്റെ മേലെ വരുന്ന ഓപ്ഷനാണ് ഡെൽറ്റ. സെക്കൻഡ് ഓപ്ഷനാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവുമല്ലോ ഒരുമാതിരി. 4 ഡോർ പവറിന്റെ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഹാലജൻ ബൾബ്, ഫോഗ് ലാംപ്സ് ഒരു എക്സ്ട്രാ ചെയ്തതാണ്. ഡെൽറ്റയിൽ വരില്ല. സീറ്റ് കവേഴ്സ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട്. ബാക്കിൽ JBL സ്പീക്കർ സബ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ സ്പീക്കേഴ്സ് വേറെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ. എത്ര സർവീസിലുണ്ട്. കിലോമീറ്റർ 46,000 കിലോമീറ്റർ. 2019 അല്ലേ? നോർമൽ ഓട്ടോ ആണ്. 46,000 ഓടിയിട്ടുള്ളൂ. കുറവാണ് അല്ലേ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് വലിയ മൈലേജ് ഷോട്ട് ഉണ്ടാവില്ല. ഒരു 17 ഒക്കെ കിട്ടുമോ? ഒരു 15-16 ഒക്കെ എന്തായാലും റേഞ്ച് കിട്ടുന്നുണ്ട്. 17 വരെ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രയൊക്കെ കൊടുക്കാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ചോദിക്കുന്നത് 5,60,65,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. 2019 ഡെൽറ്റ ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ്. ലോണ് ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ വരെ കൺഫേം ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും. കിട്ടുന്നുണ്ടല്ലോ. കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ ചോദിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു മാറ്റം കൂടി നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ വണ്ടി പക്കയാണ്. 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരിക. നിങ്ങളൊരു സ്വിഫ്റ്റോ അങ്ങനത്തെ ഏതെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനത്തെ ഒരു പ്രിഫറൻസിന് പറ്റിയ വാഹനമാണ്. ഒതുങ്ങിയ വണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റ്. നല്ല ഒതുക്കം ഉണ്ടാവും. സ്വിഫ്റ്റിനേക്കാളും ഒതുക്കമുള്ള വണ്ടിയാണ്. പെർഫോമൻസും അപാരമാണ്. നല്ല വണ്ടിയാണ്. ഓക്കെ. ഹ്യുണ്ടായി വെന്യൂ വന്നു. KL24 രജിസ്ട്രേഷനാണ്. പറഞ്ഞു. ഇത് സിംഗിൾ ഓണർ 2019 മോഡൽ വണ്ടിയാണ്. വെന്യൂല് SX ഡീസലാണ് വരുന്നത്. SX ഓപ്ഷൻ അല്ല, SX ആണ്. സൺറൂഫ് വരും, അലോയ്സ് വരും, കീലെസ് എൻട്രി ഉണ്ടാവും, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. പിന്നെ എയർ ബാഗ് ഡ്യുവലേ ഉണ്ടാവുള്ളൂ, 6 ഉണ്ടാവില്ല. അതാണ് ഓപ്ഷനിലായിട്ട് വ്യത്യാസം വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. ഡീസലാണ് വേരിയന്റ് വരുന്നത്. 46,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ഡീസലിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം മൈലേജും ഉണ്ടാവും. 18 ഒക്കെ കിട്ടുമോ? മൈലേജ് അതിന് കൂടുതലുണ്ടാവുള്ളൂ. അതിന് മേലെ 20+ ആണ് വെന്യൂന് മൈലേജ് ഡീസലിന് കിട്ടുന്നത്. ഉറപ്പിച്ച് പറയാം. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തേക്കുന്ന സീറ്റ് കവർ, അങ്ങനത്തെ ഫ്ലോറിങ്ങും കാര്യങ്ങളുമാണ്. ബാക്കിയെല്ലാം സ്റ്റോക്ക് ആയിട്ട് തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. ഓക്കെ.
അലോയ് വരും, പിന്നെ സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോനെ വരുന്നത്. ടയേഴ്സ് ആ 46 ഓടിയ ടയേഴ്സാണെന്ന് തോന്നുന്നു അല്ലേ? തന്നെ ഫസ്റ്റ് ടയറാണ്, അതൊന്നും ചെയ്തിട്ടില്ല, അവർ ഏവറേജ് ടയേഴ്സുകളും. ഓക്കെ, വാറണ്ടി കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലാലോ? നിലവിൽ വാറണ്ടി എല്ലാം കഴിഞ്ഞു. നല്ല മൈലേജ് ഫുള്ള് കമ്പനിയിൽ നിന്നാണ്, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പക്കാ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ഹിസ്റ്ററിയുള്ള ഒരു അടിപൊളി ഡീസൽ വെന്യൂ SX ആണ്. ടോപ്പ് എൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. 2019 മോഡൽ. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 9.5 ലക്ഷം രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിലൊരു നിയർലി ഒരു 8.25-9 അടുത്തായിട്ട് ലോണ് കിട്ടുന്നൊരു വണ്ടി ചെയ്യാൻ പറ്റും. 8.25 വരെ എന്തായാലും ലോൺ കിട്ടും. 50,000 മുതൽ 75,000 വരെ കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡീസൽ വെന്യൂ. 9,50,000 രൂപ ഇപ്പോൾ ചോദിക്കുന്നു. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ആ സ്വിഫ്റ്റ് ആണ്. KL 31 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അതെ, ഇഗ്നിസ് കണ്ടു, സെയിം സാധനം, ലുക്ക് കൊണ്ട് വ്യത്യാസം ഉണ്ടെന്ന്. അതെ, എങ്ങനെയാണ്? ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് തന്നെയാണ്. AMT VXi ഓട്ടോമാറ്റിക്. ഓക്കെ, VXi ആണ് മിഡിൽ ഓപ്ഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതെ, ഓക്കെ. കിലോമീറ്റർ വന്നിട്ട് 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിമോ അതായത് ബോണ്ട് ടു ബാക്ക് ഡിക്കി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ മാത്രം എടുത്ത് പറഞ്ഞല്ല, ബാക്കി ഒന്നിലും ഇല്ല. നമ്മൾ പറയുമ്പോൾ അതെ പറഞ്ഞു ഇത് മാത്രം പറയുമ്പോൾ ബാക്കിയുള്ള സംശയം. ഓക്കെ, വേറെ ഒന്നിലും ഇല്ല അല്ലേ? ക്ലെയിമോ കാര്യമൊന്നും ഒറ്റൊന്നിലും. ഓക്കെ, VXi ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഇഗ്നിസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മൈലേജ് അതിന് കിട്ടും അല്ലേ? മൈലേജ് റേഞ്ച് ഒക്കെ കിട്ടും. 16 to 18 വരെ ആ റേഞ്ച് കിട്ടും മൈലേജ്. ഓക്കെ, 2020 അല്ലേ? 22. അതെ, 22 VXi. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 7.25 ലക്ഷം രൂപയാണ്. 7,75,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിലൊരു 7 ലക്ഷം 6.25-7 വരെ ലോണ് പാസ്സാവേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 75,000 രൂപ അല്ലേ? അതെ, 75,000 രൂപ കണ്ടാൽ, അല്ലെങ്കിൽ 1 ലക്ഷം. 75,000 മുതൽ 1 ലക്ഷം കണ്ടാൽ 1 ലാക്ക് വരെ. 1 ലാക്ക് കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. അത് നമ്മൾ തുടക്കത്തിൽ ഓട്ടോമാറ്റിക്കിനെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർക്ക് പുതിയ സ്വിഫ്റ്റിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെടാത്തവരും, ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് വരുന്നത് 3 സിലിണ്ടർ ആണല്ലോ, ഞാൻ ആ എഞ്ചിൻ പോരാ, എനിക്ക് 4 സിലിണ്ടർ തന്നെ വേണം എന്ന് പറയുന്നവരും മറ്റൊരു ഓപ്ഷനാണ്. ഇതിലേക്ക് വരാം, അത്രയുണ്ട്. ഓക്കെ, അടുത്തൊരു ബ്ലാക്ക് ക്രെറ്റയാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള ന്യൂ ഷേപ്പ് ക്രെറ്റ തന്നെയാണ്. എങ്ങനെയാണ് ഇത്? 2021 മോഡൽ SX ഓപ്ഷൻ ക്രെറ്റ. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവലാണ്. മാനുവൽ ഏറ്റവും ഫുള്ളാണ്. ഒരു അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 18 മാനുവൽ ആയതുകൊണ്ട് 18 ഹൈവേയിലേക്കൊക്കെയാണ് 18+ ഗ്യാരണ്ടി മൈലേജ് കിട്ടുന്ന അടിപൊളി ഒരു SUV സെഗ്മെന്റ് വാഹനമാണ്. ഓപ്ഷനിലാണ് 6 എയർ ബാഗ് കാര്യങ്ങൾ, സേഫ്റ്റി എല്ലാ വെന്റിലേഷൻ അടക്കം എല്ലാ സാധനവും എല്ലാം വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളും ലക്ഷറി എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഒത്തടങ്ങിയ ഒരു സാധനമാണ്. നല്ല ടയേഴ്സും ഉണ്ട്. ടയേഴ്സ് ഫുള്ള് JKന്റെ ടയേഴ്സ് ആണ്, കമ്പനി വരുന്ന ടയേഴ്സ്. എത്ര ഓട്ടം പോയത്? 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയല്ലേ? ഓട്ടം പക്ഷേ ഫുൾ സർവീസ് കമ്പനി ആണ്. ഒറ്റ സർവീസ് ഫുൾ സർവീസ് കമ്പനി. ഓക്കെ, പിന്നെ ഇതിൽ ഓണർഷിപ്പ് സിംഗിളാണ്. ക്ലെയിം ആയിട്ടുള്ളത് ഡിക്കി ബാക്ക് ബമ്പറും റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല, ഡിക്കും ബമ്പറുമാണ്. ബാക്കിലൊരു വണ്ടി തട്ടിച്ചതാണ്. ഒരു കമ്പനി തന്നെ B2Bയിൽ ക്ലെയിം ചെയ്തെടുത്തത്. ഇപ്പോഴും B2Bയിലാണ് ഇൻഷുറൻസ് നിൽക്കുന്നത്. വണ്ടി നമ്മൾ ചോദിക്കുന്നത് 17 ലക്ഷം രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം. നിലവിലെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ 17 ലക്ഷം രൂപ എന്ന് പറയുന്നത് തന്നെ കുറവാണ്. SX ഓപ്ഷനിലാണ്, SX അല്ല. അത് കമ്പയർ ചെയ്യാറ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസം വരും. 2021 വാഹനമാണ്, ഡീസൽ മാനുവൽ വാഹനം. ഓക്കെ, ലോണ് 90% കിട്ടുമോ? ഗ്യാരണ്ടി 90 above കിട്ടുന്നതാണല്ലോ. നല്ല ട്രാക്കും പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് 90 above എന്തായാലും. അടുത്ത XUV 500 വന്നു. 7 സീറ്റർ വാഹനമാണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനുള്ള XUV. ന്യൂ ഷേപ്പാണ്, W7. ന്യൂ ഷേപ്പിൽ W7 ആണ് വേരിയൻ്റ് വരുന്നത്. അതിൽ ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അലോയ്സ് വരില്ല. ഇത് അലോയ്സ് എക്സ്ട്രാ ചെയ്താൽ. ഇത് 2019 മോഡൽ. 19 W11 ഇല്ലേ? W11 ഉണ്ട്. W7, W9, W11. ഓക്കെ, പക്ഷെ 18 വരുന്ന 18 ഓൾഡ് ഷേപ്പ് വരുന്ന സമയത്ത് ബട്ടൺ സ്റ്റാർട്ട് W6 വന്നിട്ടുണ്ടായില്ല. കീ സ്റ്റാർട്ട് ആയിരുന്നു. ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്നുണ്ട്. എയർ ബാഗ് എത്ര ഉണ്ടാവും? എയർ ബാഗ് ഡ്യുവലേ വരുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ അലോയ്സ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രഷ് ടയേഴ്സും കാരണം അടിപൊളി ബലൂൺ ടയേഴ്സ് ആണ്. ഫ്യൂവലിൻ്റെ അലോയ് എന്ന് പറയുമ്പോൾ തന്നെ
അത്യാവശ്യം ഒരു 1 lakhന്റെ അടുത്ത് കോസ്റ്റ് വരുന്ന അലോയാണ്, ഒറിജിനൽ ബ്രാൻഡാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് സർവീസ് പോകുന്ന വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആകെ ഇതുവരെ ഓടിയിട്ടുള്ളൂ. ടോട്ടൽ 60? അതെ. ഓക്കെ. 17 പറഞ്ഞ മോഡൽ? 19. സോറി 19. ഓക്കെ. 19 W7 അല്ലേ? അതെ. അതിനാ 17. ഓക്കെ. W7. ഓക്കെ. പ്രൈസിങ് എങ്ങനെയിപ്പോൾ? നമ്മൾ ചോദിക്കുന്നത് 10,65 ആണ്. ആ, ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. കേരള വണ്ടിയാണ്. 10,65,000 രൂപയ്ക്ക് 2019 W7 60,000 കിലോമീറ്റർ മാത്രം ഓടിയ XUV 500 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടേണ്ടതാണല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു റയർ പീസ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ മഹീന്ദ്ര കോണ്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ന്യൂവോ സ്പോർട്ടാണ്, KL 10 രജിസ്ട്രേഷൻ വാഹനം അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന കോണ്ടോന്റെ ഫേസ് ലിഫ്റ്റ് ആണ് ന്യൂവോ സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. മഹീന്ദ്രയിൽ തന്നെ നമ്മുടെ TUV എഞ്ചിൻ വരുന്ന TUV എഞ്ചിനാണ്. ഓക്കെ. ഓണർഷിപ്പ് തേർഡാണ്. 1.28 കിലോമീറ്റർ ഉള്ളത്. 7 സീറ്റ് വണ്ടിയാണ്. നമ്മുടെ സൈലോ ഒന്ന് ചെറുതാക്കിയുള്ള വണ്ടിയാണ്. 7 സീറ്റ് വണ്ടി, പക്ക കമ്പനി സർവീസ്. ഇപ്പം മേജർ സർവീസ് കഴിഞ്ഞു. 80,000 രൂപ കൊടുത്ത് മേജർ സർവീസും കാര്യങ്ങളെല്ലാം മഹീന്ദ്രൻ്റെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞതാണ്. കറക്റ്റ് സർവീസും കാര്യങ്ങളും പോകുന്ന റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ക വണ്ടി. ഓക്കെ. മൈലേജും ഉണ്ട്. TUV എഞ്ചിൻ ആയതുകൊണ്ട് 15-16 ആയിട്ട് മൈലേജ് കാണിക്കും. മൈലേജ് ഉണ്ടോ? ഡീസൽ എഞ്ചിനാണ് വരാം. ഓക്കെ. ഒതുങ്ങിയ ഒരു 7 സീറ്റർ. അതെ. നല്ല സീറ്റൊക്കെ വമ്പ സീറ്റാണ്. ഓക്കെ. എത്ര ഇപ്പോൾ? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,20,000 രൂപയാണ്. 4,20,000 ഒരു 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല മൈലേജ് മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ചെയ്ത് കൊടുക്കാം. ലോണും കിട്ടും കേട്ടോ. ഒരു 3.5 ലക്ഷം രൂപ വരെയൊക്കെ ലോണും കിട്ടും. ഓക്കെ. മാക്സിമം കിട്ടുന്നുണ്ട് അല്ലേ? 10,70,000 രൂപ വേണ്ട ഇറക്കാം അല്ലേ? അതെ. ഓക്കെ. ഒരു അടിപൊളി 7 സീറ്ററാണ്. അടുത്ത വണ്ടി സിയാസ് ആണ്. KL 57 രജിസ്ട്രേഷൻ, കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് ഡീസലാണോ? ഡീസലാണ്. ഓക്കെ. നല്ല മൈലേജ് ഉള്ള ഒരു അടിപൊളി സ്ഥലം വാഹനം. 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ. 90,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ആണ്. ഫുൾ ഹിസ്റ്ററി കമ്പനി സർവീസ് ആണ്. VDI പ്ലസ് സോറി ഡെൽറ്റ. ഓക്കെ. 2017 ഡെൽറ്റ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ. ഒരു 20 റേഞ്ചിന് മൈലേജ് ഉണ്ടാവില്ല? 20 മേലെ കിട്ടൂല? ഓക്കെ. നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം. ഹൈബ്രിഡ് ആണല്ലോ വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ ഇല്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഡിഫോർ ഉണ്ടോ? ഡിഫോർ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. എത്രയാ ഇത് നമ്മൾ ചോദിക്കുന്നത് 6.95 ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് കൊടുക്കുക. 6 ലക്ഷം രൂപ ലോണും വാങ്ങിക്കൊടുക്കുക. 17 ഡെൽറ്റ ഡീസൽ വാഹനമാണ്. 6 ലക്ഷം വരെ ലോണും കിട്ടും. 95,000 രൂപ ഇറക്കാം അല്ല? 20+ മൈലേജ് ഗ്യാരണ്ടി കിട്ടും. മെയിൻ്റനൻസും പൊതുവെ കുറവാണ്. ഓക്കെ. അടുത്തതും ഒരു സെഡാനാണ്. ടൊയോട്ട എറ്റിയോസ് KL 58 തലശ്ശേരി രജിസ്ട്രേഷനാണ്, കണ്ണൂർ ജില്ല. ഇത് ഡീസലാ? പെട്രോൾ. സെക്കൻഡ് ഓണർഷിപ്പ് 85,000 കിലോമീറ്റർ ഓടിയ 2014 മോഡലാണ്. 14 സെക്കൻഡ് ഓണർഷിപ്പ്. 14 ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് ഒക്കെ വരുന്നത്. G ആണ് വേരിയന്റ്. പക്ഷേ ഇതിൽ 2 എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരും. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസാണ്. 78,000 കിലോമീറ്റർ ലാസ്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 85,000 കിലോമീറ്റർ ആണ് വണ്ടി ആയിട്ടത്. ഇതുവരെ സർവീസ് ഒന്നും തെറ്റിക്കാതെ പോയിട്ടുണ്ട്. പിന്നെ റീവണ്ടി അല്ല, കേരള വണ്ടിയാണ്. ഒരുപാട് റീവണ്ടി ഇറങ്ങുന്നുണ്ട് എറ്റിയോസ്. അതുകൊണ്ട് എടുത്ത് പറയുകയാണ്. ഇത് CNG കാര്യങ്ങളൊന്നും ഇല്ലാതെ LPG CNG ഒന്നും പുറമേ നിന്ന് CNG LPG ഒക്കെ ചെയ്ത കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ എഞ്ചിനൊക്കെ പക്ക ടൊയോട്ട അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ചാവൂല. എത്ര ചാവൂല പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 4.15 ചോദിക്കുന്നത്. 4,15,000 ലോൺ ഒരു 3.25 കിട്ടും. 3.5 മുതൽ 3.25 വരെ. അടുത്തത് ടിയാഗോ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള ഓൾഡ് ഷേപ്പ് ടിയാഗോ അല്ലേ? അതെ. അവരോളും 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ടിയാഗോ എക്സെറ്റ് വേരിയന്റ് ആണ്. അന്നത്തെ ടോപ്പ് പ്ലസ് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ എക്സെറ്റ് ആണ് ഇത്. നമ്മള് അലോയ് അല്ല വരിക, വീൽ കപ്പാണ് വരിക. കപ്പ് പോലത്തെ അലോയ്. സെക്കൻഡ് ഓണർഷിപ്പ് അലോയ് പോലത്തെ 46,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ സർവീസ് കമ്പനിയിൽ നിന്നാണ്. ഇൻഷുറൻസ് 1 വർഷത്തെ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. മാക്സിമം ലോൺ ഏകദേശം ഒരു 4 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 17 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 14 to 17 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 4 ലക്ഷം വരെ ലോൺ കിട്ടും. പ്രൈസ് എത്രയാ? നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷം രൂപയാണ്. 50,000 രൂപ ഇറക്കാം അല്ലേ? 50,000 രൂപ 2019
19 മോഡല് എക്സെഡ് ടിയാഗോ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം ലോൺ 50,000 അല്ലേ കണ്ടിറക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ മെട്രോ കാർസിൽ പോളോയിൽ എത്തി നിൽക്കുകയാണ്. അതെ, ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് അല്ലേ. KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ പോളോ. പറഞ്ഞു 2020 മോഡൽ ഹൈലൈൻ പ്ലസ് ആണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. എത്ര? 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 4 വർഷം കൊണ്ട്. അതെ, അത്യാവശ്യം മൈലേജ് ഉണ്ടോ? 1 ലിറ്റർ അല്ലേ വരുന്നത്? 1 ലിറ്റർ ടർബോ TSI. ടർബോ ആണല്ലേ, TSI ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. കസ്റ്റമർ വാർക്കൻസിയിലാണ്, നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ 82,000 കിലോമീറ്റർ ആയിരുന്നു. നമ്മളൊരു 6 മാസം മുന്നുള്ളൊരു വീഡിയോയിൽ ഉണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. 765 ഇപ്പോൾ പാർട്ടി ചോദിക്കുന്നത്. ചെറിയ മാറ്റം കൂടി വരുത്തി കൊടുക്കാം. നമ്മളതിൽ തന്നെ ഒരു ഹൈലൈൻ പ്ലസും കൂടി ഉണ്ട്, പ്യുവർ റെഡ്, ഫ്ലാഷ് റെഡ് വരുന്നത്. ഇത് സൺസെറ്റ് റെഡ് ആണ്. ഫ്ലാഷ് റെഡ് വരുന്ന ഒരു വണ്ടി കൂടി, അതിപ്പോൾ പെയിന്റിംഗ് മൂത്തിലാണ്, അത് ഇവിടെ എത്തിയില്ല. അതിനെക്കൊണ്ടാണ് വേറൊരു TSI കാണുന്നുള്ള ഒരു ഗ്രേ. അത് GT നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. GT ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 765 2020 ഹൈലൈൻ പ്ലസ് 1 ലിറ്റർ ടർബോ വാഹനം. നല്ല പവർ ഉണ്ടാവും. മൈലേജ് ഒരു 13 to 15 16 വരെ ഉണ്ടാവും. ഓക്കെ, അത്രയും മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. പോളോ ആരാധകരുണ്ടെങ്കിൽ വന്നോളൂ, അത്രേ പറയാനുള്ളൂ. എന്നാലും നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി വീണ്ടും അടുത്ത സ്റ്റോക്കായിട്ട് നമുക്ക് വരാനല്ലേ. നല്ലൊരു പെരുന്നാൾ അടുപ്പിച്ച് ഒരു ഓഫർ സ്റ്റോക്ക് വരാൻ ചാൻസ് ഉണ്ടോ? നമ്മൾ നോക്കുന്നുണ്ട്. മാക്സിമം നല്ല വണ്ടികൾ എടുക്കാം ഒരു പ്ലാനിലാണ്. അപ്പോൾ ഒന്നാമത് എടുക്കുന്ന വണ്ടികൾ പെട്ടെന്ന് തീരുമാനമായി പോകുന്നതിനുണ്ട് 1-2 വണ്ടിയാണ് പെട്ടെന്ന് വരുന്നത്. ആ അപ്പം പോകും. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നത്. എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, പെരുന്നാൾ അടുപ്പിച്ച് ആരെങ്കിലും വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ റെഡിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വിളിക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് പോളോൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.